ഹലോ എവ്രി വൺ, വെൽക്കം ടു പച്ചവെള്ളം എഡ്യൂക്കേഷൻ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് NTA UGC നെറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള പേപ്പർ വണ്ണിലെ ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള സെർട്ടൈൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തിയറിയും അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ അല്ലേ. നമുക്കൊരു 2:3 അല്ലെങ്കിൽ ഒരു 3:2 നമുക്ക് അങ്ങനെ വരാറുണ്ട്. അതായത് നമുക്ക് 2 ക്വസ്റ്റ്യന് നമുക്ക് ന്യൂമറിക്കൽ ആയിട്ടും അതുപോലെ 3 ക്വസ്റ്റ്യൻ നമുക്ക് തിയറി ആയിട്ടും ഒക്കെയാണ് വരാറുള്ളത് അല്ലെ. പേപ്പർ വണ്ണിൽ ഓരോ മൊഡ്യൂൾസിൽ നിന്നും നമുക്ക് 5 ക്വസ്റ്റ്യൻസ് വരുന്നതിൽ 2:3 അല്ലെങ്കിൽ 3:2 ഈ ഒരു റേഷ്യോയിലാണ് നമുക്ക് ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുള്ളതും പൊതുവെ കുട്ടികളൊക്കെ ടഫ് പറയാറുള്ളതും. നമുക്ക് സെർട്ടൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മാച്ചിങ് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പൊ ലിസ്റ്റ് 1ൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? N അതുപോലെ P. എന്താണ് N അതുപോലെ P എന്ന് പറഞ്ഞാൽ? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ആണ്. P എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ ലിസ്റ്റ് 2ൻ്റെ അകത്ത് എന്താ തന്നിട്ടുള്ളത്? മീനും അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ എന്നും പിയും നമ്മുടെ കയ്യിലുണ്ട്. ആ എന്നും പിൻ്റെ വാല്യൂ ബേസ്ഡ് ചെയ്തിട്ട് നമുക്ക് മീന് കണ്ടുപിടിക്കണം, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഓരോന്നിൻ്റെയും എൻ്റെയും ബീൻ്റെയും സീൻ്റെയും ഡീൻ്റെയും കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് വാല്യൂയിലോട്ട് മാച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് നോക്കാം ഓരോന്നിൻ്റെയും വാല്യൂസ് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കുക. മീൻ ഇസ് ഈക്വൽ ടു N×P. ഓക്കെ, എന്താണ് N എന്ന് ഇവിടെ തന്നിട്ടുണ്ട്? എത്ര നമ്പർ ഓഫ് ട്രയൽസ് ആണുള്ളത്, അതിൽ സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണോ അതിനെയാണ് P എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. √(NP×1 - P). ഓക്കെ, മീനിൻ്റെ ഇക്വേഷൻ കിട്ടി, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ കേസിലെയും N-ൻ്റെയും P-ൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. അതിൽ കറസ്പോണ്ടിങ് മീൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മീൻ ഇസ് ഈക്വൽ ടു ഇവിടുത്തെ കേസിൽ എത്ര വരും? 5×0.4. 5×0.4 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇവിടുത്തെ കേസിലെ മീൻ എന്ന് പറയുമ്പോൾ 6×0.6 ചെയ്യാം, അതിൽ നമുക്ക് 3.6 എന്ന് കിട്ടും. ദെൻ സീൻ്റെ കേസിലെ മീൻ എത്രയാണ്? 8×0.5. 8×0.5 എന്ന് പറയുമ്പോൾ 4. ഓക്കെ, ദെൻ വരുന്നതാണ് ഡീൻ്റെ കേസിൽ മീൻ ഇസ് ഈക്വൽ ടു 7×0.4 ചെയ്യുന്ന സമയത്ത് നമുക്ക് 2.8 എന്ന് കിട്ടും. നമുക്ക് ഇപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടിയില്ലേ. അപ്പോൾ എനെ നമുക്ക് ഏതിലോട്ട് മാച്ച് ചെയ്യാം? A2, B വരുന്നത് 4, C വരുന്നത് 3 അല്ലേ, D വരുന്നത് 1. ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമുക്ക് മീന് മാത്രം കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഇവിടെ ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണേണ്ടതായിട്ട് വരില്ല. ഈവൻ ഇനി ചില കേസിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടി കണ്ടാലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാ വാല്യൂസും ഒന്നും അവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരില്ല. നമുക്കൊരു യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ പോലെ കറക്റ്റ് വാല്യൂ അവിടെ കൊടുക്കേണ്ടതായിട്ടില്ല അല്ലേ. കറക്റ്റ് ഓപ്ഷനാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ഇവിടെ ഉണ്ട്. മ്യൂ എന്ന് പറഞ്ഞാൽ മീൻ ഇസ് ഈക്വൽ ടു N×P. സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു √(NP×1 - P). അപ്പോൾ ഇത് ഏതിൻ്റെ കേസിലാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ചില ഈവൻസുകൾക്ക് ഓൺലി 2 ഔട്ട്കംസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സച്ച് ഈവൻസ് ആർ കോൾഡ് ആസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇപ്പോൾ ടോസിങ് എ കോയിനൊക്കെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം അല്ലേ. അവിടെ എന്താ ഉണ്ടാവാം? ഹെഡോ അല്ലെങ്കിൽ ടെയിലോ അല്ലെ, ഏതെങ്കിലും സക്സസ് ഫെയിലിയർ, അങ്ങനെ 2 ഔട്ട്കംസ് മാത്രമുള്ള ഇവൻസുകളൊക്കെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളുടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. നോക്കുക, ഇവിടെ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? മീന് തന്നിട്ടുണ്ട്,
മീൻ തന്നിട്ടുണ്ട്, അതുപോലെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് CV തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനത്തെ കേസുകളിൽ ഇപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനത്തെ കേസുകളിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ് മീ ആഡ് വൺ മോർ സ്ലൈഡ്. ഓക്കെ. ഓക്കെ, നമുക്ക് ഈ കേസിൽ എങ്ങനെയാണ് ഈ ഒരു വാല്യൂസ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കട്ടോ. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ കേസിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ഈ ഒരു ഇക്വേഷനാണ് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പഠിക്കുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആളുകൾക്ക് അറിയുന്നുണ്ടാവും. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. സോ ഈ ഒരൊറ്റ പെർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുള്ള എക്സാമിന് തന്നെ ഡിഫറെൻറ്റ് ടേംസുകൾ, ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രം കണ്ടെത്താൻ ചോദിക്കാം, മീന് മാത്രം കണ്ടെത്താൻ ചോദിക്കാം, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കാം. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ടു ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? മീനും അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇതിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ഇവിടെ നോക്കുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ വെച്ചു. ഡിവൈഡഡ് ബൈ മീനെ നമ്മൾ അടുത്ത സൈഡിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈഡ് ബൈ മീൻ അല്ലേ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് മൾട്ടിപ്ലൈഡ് ബൈ മീൻ ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. സോ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ വാല്യൂസിൻ്റെയും കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സോ ഓരോ കേസിലെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അത് ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ ഷോർട്ട് നോട്ടിലൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ കേസിൽ, എൻ്റെ കേസിൽ നമ്മൾ നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിൽ വേണ്ടത് ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടു കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് എത്രയാണ്? 70/3 ഇൻറ്റു പിന്നെ എന്ത് ചെയ്യണം? മീനിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ സോൾവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നുണ്ടാവാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസുകൾ അല്ലേ. 60/3 എത്രയാണ്? 20 അല്ലേ. ഇനി എന്ത് ചെയ്യും? ഈ സീറോയും ഈ സീറോയും അതുപോലെ ഈ സീറോയും ഈ സീറോയും കട്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? 14 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ബിൻ്റെ കേസിൽ നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് 6.25 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. ഓക്കെ, ഇനി 6.25 ഇൻറ്റു 80 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 500 ആണ് കിട്ടുക. സോ 500/100 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി സീൻ്റെ കേസിൽ നോക്കൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു എത്രയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് വരുന്നത്? 160/7. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്ത് പോയിക്കോളൂ കേട്ടോ. ഇൻറ്റു മീൻ വരുന്നത് 70 ഡിവൈഡഡ് ബൈ 100 ആണ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് 70/7 ഒക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഒരുപാട് സമയമൊന്നും നമുക്ക് ഇതിലോട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇവിടെ എന്ത് തന്നു? ഈ സീറോയും ഈ സീറോയും അതുപോലെ ഈ സീറോയും ഈ സീറോയും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? 16 എന്ന ആൻസർ കിട്ടും. ഇനി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡി ആണ്. ഓപ്ഷൻ ഡിയിലെ എന്താണ് വരുന്നത് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു എത്രയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ തന്നിട്ടുള്ളത്? 40/9 ആണ് അല്ലേ. 40/9 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 100 അല്ലേ. ഇതൊക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 9 കട്ട് ചെയ്യുക, ദെൻ 0 0 0 0 കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 4 എന്ന് കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ? അസെൻഡിങ് ഓർഡറിൽ ഈ പെർട്ടിക്കുലർ കേസുകളിലുള്ള ഓരോന്നിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അസെൻഡിങ് ഓർഡറിൽ
അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് അസെൻഡിങ് ഓർഡർ, അതുപോലെ എന്താണ് ഡിസെൻഡിങ് ഓർഡർ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്താണ് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലോട്ട് അസൈൻ ചെയ്യുക അല്ലേ. അപ്പം നമ്മൾ നോക്കാം, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത് ഡി ആണ് അല്ലേ. അപ്പം ഡി ഫസ്റ്റ് വരും, നെക്സ്റ്റ് വരുന്നതാണ് ബി, നെക്സ്റ്റ് വരുന്നതാണ് എ, നെക്സ്റ്റ് വരുന്നതാണ് സി. സോ ഈ ഒരു രീതിയിലായിരിക്കും ഡി ബി എ സി എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ആൻസർ. ഡി ബി എ സി, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പോപ്പുലേഷൻ മീൻ ആൻഡ് 1/n സിഗ്മ എക്സ് ഐ സ്ക്വയർ, അതുപോലെ തന്നെ ലിസ്റ്റ് ടൂവിൻ്റെ അകത്ത് നമുക്ക് തന്നിട്ടുള്ളത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, സോ ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കിൽ വരുന്ന ടേംസുകളാണ്, അതിൽ യൂസ് ചെയ്യുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഇവിടെ വരുന്ന ഇക്വേഷൻ എന്താണ്, ഇവിടെ നോക്കൂ, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട് അല്ലേ, അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ വാല്യൂസ് കറസ്പോണ്ടിങ് വാല്യൂയിലോട്ട് മാച്ച് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. Population standard deviation sigma is equal to root of 1/n sigma xi square minus mu square. Okay, mu എന്ന് പറഞ്ഞാൽ mean. Okay, population mean. So sigma is equal to root of 1/n sigma xi square minus mu square. ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം അല്ലെ, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ഓഫ് 1/n സിഗ്മ എക്സ് ഐ സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ. ഈ ഇത്രയും വാല്യൂ സിഗ്മ 1/n സിഗ്മ എക്സ് ഐ സ്ക്വയർ നമുക്ക് ഇവിടെ തന്നിട്ടില്ല, ഇത്രയും വാല്യൂസ് ആണ് അവിടെ തന്നിട്ടില്ല. ദെൻ മ്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്, ഈ മ്യൂവിൻ്റെ സ്ക്വയർ മാത്രം എടുത്താൽ മതിയാവും അല്ലേ. ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഡയറക്റ്റ് വാല്യൂസ് നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ തന്നിട്ടുണ്ട്. ഇനി ഓരോന്നിൻ്റെ കേസിൽ എത്രയാണ് വരുന്നത് നോക്കാം. അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു എത്രയാണ് വരിക, റൂട്ട് ഓഫ് സിഗ്മ 1/n സിഗ്മ എക്സ് ഐ സ്ക്വയർ എത്രയാണ് എൻ്റെ കേസിൽ 117 അല്ലേ. 117 മൈനസ് മ്യൂ എത്രയാണ് 9 ആണ്, 9ൻ്റെ സ്ക്വയർ എടുക്കുക, ദാറ്റ് ഈസ് 81. സോ റൂട്ട് ഓഫ് 117 മൈനസ് 81 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റൂട്ട് 36 ആണ് കിട്ടുക, പെർഫെക്റ്റ് സ്ക്വയർ ആണ് 6 ആണ് അല്ലേ. സോ എ ക്യാൻ ബി മാച്ച്ഡ് വിത്ത് 3. ഇനി ബിൻ്റെ കേസിൽ നോക്കൂ, സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എത്രയാണ് 1/n സിഗ്മ എക്സ് ഐ സ്ക്വയർ വരുന്നത് 200 മൈനസ് എത്രയാണ് മ്യൂ വരുന്നത് 10 ആണ്, 10ൻ്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് 100 കിട്ടും അല്ലേ. അപ്പോൾ റൂട്ട് 100 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 10 കിട്ടും. സോ ഇത് നമുക്ക് ഏതിലോട്ട് മാച്ച് ചെയ്യാം, ഓപ്ഷൻ എയിലോട്ട് മാച്ച് ചെയ്യാം, ബി. ഇനി സിൻ്റെ കേസിൽ എത്രയാണ് വരിക, നമുക്ക് സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 202 മൈനസ് 11 സ്ക്വയർ എന്ന് പറയുന്നത് 121 കൂടെ ചെയ്ത് പോവുക. ഓക്കെ, റൂട്ട് ഓഫ് 202 മൈനസ് 121 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റൂട്ട് 81 എന്ന് കിട്ടും. റൂട്ട് 81 ഇസ് ഈക്വൽ ടു 9. സോ ഇറ്റ് ക്യാൻ ബി മാച്ച്ഡ് വിത്ത് ഓപ്ഷൻ 4. നെക്സ്റ്റ് വരുന്നത് ഡീൻ്റെ കേസിൽ എത്രയാണ് വരുന്നത് നോക്കൂ, സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 160 മൈനസ് 12 സ്ക്വയർ എത്രയാണ് വരുന്നത് 144 ആണ് വരുന്നത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 16 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 കിട്ടും. എല്ലാതും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്, പോയിന്റ് ഒന്നുമില്ല. സോ ഈസി ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഡി എത്രയാണ്, ഡി ക്യാൻ ബി മാച്ച്ഡ് വിത്ത് 2 എന്നും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോർമുല ഓർത്ത് വെക്കുക. കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ്. അതിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ഇൻറ്റു മീൻ ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഇതേ ടേമിൽ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഇത്. ഈ പെർട്ടിക്കുലർ ഇക്വേഷൻ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിൽ നിന്നും ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എന്താ, മീൻ ആണ് അല്ലേ. സോ മീൻ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ് അല്ലേ. ഇതിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മൾ ചെയ്തത്. ഇനി ഈ പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? മീൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസും തന്നിട്ട് മീൻ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ കേസിൽ എങ്ങനെയാണ് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക? മീൻ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ഇൻറ്റു 100 അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും മീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് അസെൻഡിങ് ഓർഡറിലോട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓരോന്നും ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യട്ടെ സോ ദാറ്റ് വി ക്യാൻ ഡു ഇറ്റ് ഹിയർ. ഓക്കെ, ഓക്കെ, ഓരോന്നിൻ്റെ കേസിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ ഫസ്റ്റ് കേസിൽ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക? മീൻ ഇസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? മീൻ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ഇൻറ്റു 100 ആണ് അല്ലേ. ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് തന്നിട്ടുള്ളത്? 4 അല്ലേ. 4 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് എത്രയാണ്? 40/9 ഇൻറ്റു 100 എന്ന് കിട്ടും അല്ലേ. 40/9 ഇൻറ്റു 100. സോ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ളത് ഫ്രാക്ഷൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 9 ഇൻറ്റു 100 ഹോൾ ഡിവൈഡഡ് ബൈ 40 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് ഈ 4ഉം ഈ 0യും കട്ട് ചെയ്ത് മാറ്റാം. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 90 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്ന കേസിൽ ഇതേപോലെ നമ്മൾ പീൻ്റെ കേസിൽ നോക്കാം. മീൻ ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 5 ഡിവൈഡഡ് ബൈ 6.25 ഇൻറ്റു 100 ചെയ്യുക. നിങ്ങൾക്ക് 80 എന്നാണ് കിട്ടുക. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്തു? അതിലോട്ട് വരും. ആ ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് 2 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എത്തിച്ചേരും. ഓക്കെ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. മാത്സിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് നമുക്ക് ആ ഒരു ഈസിനെസ് അതുപോലെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഒക്കെ വരാം. നെക്സ്റ്റ് വരുന്നത് മീൻ ഇസ് ഈക്വൽ ടു, അടുത്ത കേസിലെ മീൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 14 ഡിവൈഡഡ് ബൈ 160/7 ഇൻറ്റു 100 എന്ന് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് ചെയ്യുന്ന സമയത്ത് 14 ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 14 ഇൻറ്റു 3 ഇൻറ്റു 100 ഹോൾ ഡിവൈഡഡ് ബൈ 70 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഞാനത് ഫുള്ളായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 60 എന്ന് കിട്ടും. ഇതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് തന്നെയായിരിക്കും കിട്ടുക. കാരണം ഈ 0യും കട്ട് ചെയ്യാം. 14ഉം 7ഉം നിങ്ങൾക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. 2 ഇൻറ്റു 3 ഇൻറ്റു 0 ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടും. ഇനി അതുപോലെ നമുക്ക് ഡീൻ്റെ കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഡീൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. മീൻ ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? 16 ഇൻറ്റു 7 ഇൻറ്റു 100 ഹോൾ ഡിവൈഡഡ് ബൈ 160 ചെയ്യുക അല്ലേ. ഇതൊക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്യും. 16നും കട്ട് ചെയ്യും. 0യും കട്ട് ചെയ്യും. 70 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എത്രയാണ് ഇവിടെ? 70 ആണ് അല്ലേ. അപ്പോൾ ഡി ഫസ്റ്റ് വരും, ഡി വരും, നെക്സ്റ്റ് വരുന്നതായിരിക്കും ബി, അല്ല ഡി അല്ല, ഫസ്റ്റ് വരുന്നത് സി ആണ് അല്ലേ. സി ആദ്യം വരും, 60, നെക്സ്റ്റ് വരുന്നത് ഡി, നെക്സ്റ്റ് വരുന്നത് ബി ആൻഡ് നെക്സ്റ്റ് വരുന്നത് എ. ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നുണ്ടാവും. ഓക്കെ, സോ ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ മീൻ എങ്ങനെ കണ്ടുപിടിക്കും, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ്, ഒരൊറ്റ ഇക്വേഷനിൽ നിന്ന് തന്നെ 3 വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ.
ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടില്ല ആ ഒരു മീനിന്റെ വാല്യൂ മീനസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി എന്ന് പറഞ്ഞു ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അല്ലേ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ആണെന്നും പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണെന്നും പറഞ്ഞു. അതുപോലെ തന്നെ ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് നോക്കൂ ഇവിടെ തന്നിട്ടുള്ള മീനുകളുടെ ഒക്കെ ഏകദേശം അടുത്തിട്ട് 9.1, 9.2, 12.8, 12.6 ഇവിടെ നമ്മളെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയ്ക്കും അടുത്ത ക്ലോസ്ഡ് ആയിട്ടുള്ള വാല്യൂസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? മീൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ആണെന്നും പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണെന്നും മനസ്സിലാക്കി വെക്കാം. ഇനി ഓരോ കേസിലും എത്രയാണ് മീനിൻ്റെ വാല്യൂ എന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റത്തെ കേസിൽ നോക്കാം. മീൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി which is equal to 16 into 0.8. എത്രയാണ് 16 into 0.8 എന്ന് പറയുന്നത്? 16 into 8 ചെയ്യുന്ന സമയത്ത് നമുക്ക് 128 എന്ന് കിട്ടില്ലേ. അപ്പം അതിലോട്ട് ഒരു ഡെസിമൽ മാറ്റിയിടുക. സോ 12.8 എന്ന് കിട്ടും. ഇനി ബീൻ്റെ കേസിൽ എത്രയാണ് മീൻ വരുന്നത്? മീൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി വിച്ച് ഇസ് ഈക്വൽ ടു 21 ഇൻറ്റു 0.6 വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ 21 into 6 ചെയ്യുമ്പോൾ നമുക്ക് 126 എന്ന് കിട്ടും. ഒരു ഡെസിമൽ മാറ്റിയിടുക. ഇനി സീൻ്റെ കേസിൽ എത്രയാണ് മീൻ വരുന്നത് നോക്കൂ. മീൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി. ഓക്കെ, ഈ എൻ ഇൻറ്റു പി ഒന്ന് നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ എഴുതരുത് കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. എക്സാമിൻ്റെ സമയത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഫാസ്റ്ററായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലേ. ടൈം മാനേജ്മെൻറ്റ് പലപ്പോഴും കുട്ടികൾക്ക് ടൈം തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് എക്സാം തന്നെയാണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇനി മീൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എത്ര കിട്ടും? 13 ഇൻറ്റു 0.7 ചെയ്യുക. 13 into 7 ചെയ്യുന്ന സമയത്ത് 91 എന്ന് കിട്ടും അല്ലേ. അപ്പം 9.1 ചെയ്തു. ദെൻ ദെൻ മീൻസ് ഈക്വൽ ടു ഇവിടെയും നമ്മൾ എന്നിൻ്റെയും വീൻ്റെയും വാല്യൂസ് പരസ്പരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 23 ഇൻറ്റു 0.4 ചെയ്യുന്ന സമയത്ത് 23 into 4 ചെയ്യുന്ന സമയത്ത് നമുക്ക് 92 എന്ന് കിട്ടും. അപ്പോൾ ഒരു ഡെസിമൽ മാറ്റിയിടാം 9.2 കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 9 ഒക്കെ കിട്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്താൽ അഥവാ 9.2 മാച്ച് ചെയ്താൽ നമ്മുടെ ആൻസർ സ്റ്റോപ്പ് ആവും അല്ലേ, അവിടെ റോങ് ആയിട്ട് മാറും. അപ്പം നല്ല രീതിയിൽ കമ്പ്യൂട്ട് ചെയ്യുക. ഇവിടെ എക്സാക്ട് വാല്യൂസ് തന്നെ നമുക്ക് വേണം അല്ലേ. സോ എൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത് 12.8. സോ ഇറ്റ് ക്യാൻ ബി മാച്ച്ഡ് വിത്ത് 3. ലിസ്റ്റ് 2ലെ 3യിലോട്ട് മാച്ച് ചെയ്യാം. ബീൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത് 12.6 ആണല്ലേ. സോ ഇറ്റ് ക്യാൻ ബി മാച്ച്ഡ് വിത്ത് 4 ഇൻ ലിസ്റ്റ് 2. നെക്സ്റ്റ് സീൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത് 9.1 ആണ്. സോ ഇറ്റ് ക്യാൻ ബി മാച്ച്ഡ് വിത്ത് ഓപ്ഷൻ 1 ഇൻ ലിസ്റ്റ് 2. ദെൻ ഡീൻ്റെ വാല്യൂ 9.2. ഇറ്റ് ക്യാൻ ബി മാച്ച്ഡ് വിത്ത് സെക്കൻഡ് ഓപ്ഷൻ ഇൻ ലിസ്റ്റ് 2. സോ ഓരോന്ന് നോക്കാം. നമ്മൾ എൻ്റെ വാല്യൂ 3 അല്ലേ. എൻ്റെ വാല്യൂ 3 കിട്ടിയിട്ടുള്ള 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. ദെൻ ബീൻ്റെ വാല്യൂ എത്രയാണ്? 4. അപ്പോൾ A3, B4, C1 ആൻഡ് D2 അല്ലേ. സോ നമുക്ക് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ എന്ന് കിട്ടും. ഇത് ഡയറക്റ്റ് വാല്യൂസ് ആണ്, പക്ഷെ ഇവിടെ ഈ നമുക്ക് കിട്ടുന്ന ആൻസർ കുറച്ച് ക്ലോസസ്റ്റ് വാല്യൂസ് ആയതുകൊണ്ട് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഓരോന്നും കിട്ടിയിട്ടുള്ളത് എന്ന്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കാണുന്ന സമയത്ത് എൻ ഇൻറ്റു പി ചെയ്യാം. അതുപോലെ പോപ്പുലേഷൻ്റെ മീനിൻ്റെ കേസിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനിൻ്റെ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അതും ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് സെപ്പറേറ്റ്ലി പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? നമ്മൾ ആദ്യം വന്ന ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 അല്ലേ. ഇതിൽ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ വാല്യൂസിൻ്റെയും നമുക്ക് ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ മീനോ ഒന്നല്ല കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഡയറക്റ്റ്ലി ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ എൻ്റെ കേസിൽ എങ്ങനെയാണ്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 14 അല്ലേ. ഡിവൈഡഡ് ബൈ മീൻ എത്രയാണെന്ന് വെച്ചാൽ 60 ഇൻറ്റു 100 ചെയ്യാം. സോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എത്ര കിട്ടും? നിങ്ങൾ 140/6 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 23.33 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബീൻ്റെ കേസിൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16 ഡിവൈഡഡ് ബൈ മീൻ എത്രയാണ്? 70 ഇൻറ്റു 100 ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 22.8 എന്ന് കിട്ടും. ഇനി സീൻ്റെ കേസിൽ നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണെന്നില്ല 5/80 ഇൻറ്റു 100 അല്ലേ.
എത്രയാണ് 5/8 ഇൻറ്റു 100 50/8 ചെയ്യാം 6.25 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഡീൻ്റെ കേസിലെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഇസ് ഇക്വൽ ടു 4/90 ഇൻറ്റു 100 അല്ലേ. 4/90 ഇൻറ്റു 100 40/9 ചെയ്യാം. 40/9 40ൽ എത്ര 9 ഉണ്ട്, നമുക്ക് 4.44 എന്ന് കിട്ടും അല്ലേ. ഇതൊക്കെ നമുക്ക് ഡെസിമൽ വാല്യൂസ് ആണ് വന്നിട്ടുള്ളത്. ഇതിനെ അസെൻഡിങ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഏറ്റവും ലോവർ വാല്യൂ എത്രയാണ്, സി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി എന്ന് കിട്ടും അല്ലേ. സി, അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് എ വരുന്നുണ്ട്, നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് ഡി, നെക്സ്റ്റ് വരുന്നതാണ് ബി വരുന്നത്. ഓക്കെ, സോ ഏറ്റവും ലോവർ വാല്യൂവിൽ നിന്നും സ്മോളർ വാല്യൂ ലോവർ വാല്യൂവിൽ നിന്നും സോറി ഓപ്ഷൻ സി അല്ല ഡി ആണ് കേട്ടോ ആൻസർ. ഇവിടെ ഏറ്റവും ലോവർ വാല്യൂ വരുന്ന ഏതാണ്, ഡി ആണല്ലേ. 4.44 ആണ് ഫസ്റ്റ്, 4.44 ആണ് ഏറ്റവും സ്മോളർ വാല്യൂ. നെക്സ്റ്റ് വരുന്നതാണ് എ. അപ്പം നമുക്ക് ഓപ്ഷൻ നെക്സ്റ്റ് വരുന്ന സി ആണ്. അപ്പം ഡി സി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഏറ്റവും സ്മോളർ വാല്യൂ 4.44 ആണ്, അത് കഴിഞ്ഞിട്ട് 6.25, അത് കഴിഞ്ഞിട്ടാണ് 22.8, ഏറ്റവും ഹയർ വാല്യൂ 23.33. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളൊരു പുതിയ ഇക്വേഷനും കൂടി പഠിക്കുകയാണ്. സോ ഇവിടെ തന്നിട്ടുള്ള എന്തൊക്കെയാ നോക്കാം. ഫോർ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഡാറ്റ സെറ്റ്സ് എക്സ് ആൻഡ് വൈ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സിൻ്റെയും വൈൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ, കോവാരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ കേസിൽ അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ഒക്കെ തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഏത് ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എസ് ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് വൈ. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആർ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യൻ, എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, എസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്ന് വൈ. ഓക്കെ, ഇനി ഓരോന്നിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യത്തെ കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഈക്വൽ ടു ആർ എത്രയാണ്, 0.5 ഇൻറ്റു 8 ഇൻറ്റു 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് 40 എന്ന് കിട്ടും. ഇനി ബീൻ്റെ കേസിൽ എത്രയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് നോക്കാം. എത്രയ്ക്കാണ് തന്നില്ല, 4/7 ഇൻറ്റു 7 ഇൻറ്റു 9, 7 7 കട്ട് ചെയ്യുക, 9 ഇൻറ്റു 4 36 എന്ന് കിട്ടും. ഇനി സീൻ്റെ കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഇസ് ഈക്വൽ ടു എത്രയാണ്, 0.7 ഇൻറ്റു 12 ഇൻറ്റു 5 ചെയ്യാം, ദാറ്റ് ഇസ് ഈക്വൽ ടു 42 എന്ന് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കണേ. ദെൻ ഡീൻ്റെ കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഈക്വൽ ടു 90/42 ഇൻറ്റു 14 ഇൻറ്റു 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. 6ഉം 42 നിങ്ങൾക്ക് 7ൽ പോകും അല്ലേ, അപ്പോൾ താഴെ 7 വരും. ഈ 14ഉം 7ഉം നിങ്ങൾക്ക് കട്ട് ചെയ്ത് 2 വരും. 19 ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 38 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ വാല്യൂസിന് എന്ത് ചെയ്യുക, അസെൻഡിങ് ഓർഡറിലോട്ട് എഴുതുക. അപ്പോൾ ഏറ്റവും സ്മോളർ വാല്യൂ ഏതാണ് ഇവിടെ ഉള്ളത്, ഏറ്റവും സ്മോളർ വാല്യൂ ബി ആണ് അല്ലേ. ബി കഴിഞ്ഞിട്ട് വരുന്നത് ഡി. സോ ബി ഡി വരുന്ന ഓപ്ഷൻ ഉണ്ടോ, ഉണ്ട്. ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ബിയും ഡിയും പിന്നെ അത് കഴിഞ്ഞിട്ട് എ വരുന്നു, അത് കഴിഞ്ഞിട്ട് സി വരുന്നു. ഏറ്റവും സ്മോളർ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ബി ആണ്, അത് കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന എ വരുന്നു, നെക്സ്റ്റ് വരുന്നത് സി അല്ലേ. സോ നമുക്ക് 36 38 40 42 ഈ രൂപത്തിലാണ് പോകുക. സോ ഓരോ കേസും ഇപ്പം നമ്മൾ എത്ര ഇക്വേഷൻസ് പഠിച്ചു, ആ ഇക്വേഷൻസുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു.